ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഒരു അടിപൊളിയായിട്ട് സ്വീറ്റ് റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്, രസമലായി. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ 1/2 ലിറ്റർ പാലിൻ്റെ കൂടെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. പാല് നല്ലോണം തിള വരുന്ന സമയത്ത് ഇത് ചെറിയ സൈസ് ലെമണാണ്, ആ ലെമൺ കൊണ്ട് പിഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല കൊണ്ട് തള വരണം കേട്ടോ, ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കണേ. നല്ല തള വരുമ്പോൾ നമുക്ക് അടുപ്പ് കൊണ്ട് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് നല്ലോണം കൊണ്ട് വെള്ളം വഴിച്ചെടുത്ത് 2-3 ട്രിപ്പ് കഴുകി എടുക്കണം കേട്ടോ. കഴുകി എടുത്തിട്ട് ഇതേപോലെ കിഴി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല അങ്ങോട്ട് വെള്ളം പോകും. നമ്മുടെ മാവ് കണ്ടില്ലേ, ഈ മാവിനെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണേ. സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താലേ നല്ലപോലെ വരുള്ളൂ കേട്ടോ. കുഴച്ചെടുത്തതിന് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാവ് കാച്ചിയെടുക്കാനേ 1 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലോണം നല്ല തിളച്ച് വരട്ടെ, നന്നായിട്ടൊന്ന് വറ്റിയും വരണ്ട കേട്ടോ. നല്ല ഉണ്ട് അതേപോലെ പതൊക്കെ വരുന്ന സമയത്തെ നമ്മൾ ഉരുളകൾ ആക്കി വെച്ചില്ലേ, അതിനൊന്ന് തട്ടിയിട്ടൊന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ആണ്ട് അതിൽ ഇരുന്നിട്ട് തന്നെ നല്ല ഒന്ന് തിളച്ച് വരണം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രസമലായിക്ക് പാൽ റെഡിയാക്കാൻ 1/4 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ആ പാലവിടെ തിളക്കുമ്പോഴത്തേനും നമ്മുടെ ഇവിടെ രസമലായൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട്. അതിനതുകൊണ്ട് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാലിലേ ഇത് ഒരു 10-15 ബദാമുണ്ട്, ഒന്ന് പൊടിച്ചെടുത്തതാണ്. ബദാം ഇതേപോലെ പൊടിച്ചെടുത്താൽ നമുക്ക് പാലൊന്ന് കുറുക്കം കിട്ടും. പിന്നെ ഒരു നുള്ള് ഫുഡ് കളറും, കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂ ഇടാം കേട്ടോ. എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കളർ ഇട്ടത്. ഇനി അതും ഒന്ന് തിളച്ച് വരുന്ന സമയത്തെ നമ്മൾ എടുത്തു വെച്ചില്ലേ പാലിൻ്റെ രസമലായി, അതും അതിൽ കണ്ടിട്ട് കൊടുത്തിട്ട് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മൾ പാൽ തിളപ്പിക്കുമ്പോൾ പഞ്ചസാര ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് പതുക്കെ ഇളക്കണേ. എന്നിട്ട് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതും ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇരുന്ന് ഇതാക്കണം കേട്ടോ. നമുക്ക് കണ്ട് ഓഫാക്കാം. ഇനി ഇത് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വരെ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ രസമലായി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായവും പറയണേ. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം.